ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് മക്രോണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനല്ല, ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും കറിയും ഓൾറെഡി ഉണ്ട്. ഇത് മോന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണമെന്നും തലേ ദിവസമേ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്കും സ്നാക്സിന് കുറച്ച് അത് കൊടുത്തയക്കാമെന്ന് കരുതി. അപ്പം അവനിങ്ങനെ തലേ ദിവസം കിടക്കുമ്പോൾ പറയും എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയും, നാളെ അത് ചെയ്തു തരണേ, ഇത് ചെയ്തു തരണേന്ന്. അതിനേക്കാളൊക്കെ ഉപരി അവൻ കിടക്കുമ്പോൾ ഉള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ അവന് ഞാൻ എന്തെങ്കിലും കഥ പറഞ്ഞു കൊടുക്കണം. ആൾ ചെറിയ കുട്ടികളെ പോലെ കിടക്കുമ്പോൾ ഇങ്ങനെ അത് പറയും ഇത് പറയും, പക്ഷെ കഥയൊന്നുമല്ല അവൻ അറിയേണ്ടത്. അവന് നമ്മൾ ഈ കുട്ടിക്കാലത്തുള്ള ഞങ്ങളെ കുട്ടിക്കാലത്തുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതാണ് അറിയേണ്ടത്. അമ്മ സ്കൂളിൽ പോകുമ്പോഴുള്ള കാര്യം പറയും, അമ്മ കോളേജിൽ പോകുമ്പോഴുള്ള കാര്യം പറയും, അല്ലെങ്കിൽ അമ്മ കുട്ടികളാകുമ്പോൾ കളിച്ച കാര്യം പറയും. അങ്ങനെയാണ് ചോദിക്കുക. അപ്പോൾ അവൻ ചോദിക്കുന്നത് കേട്ടിട്ട് ഇപ്പോൾ മോളും അതേപോലെയാണ്. അപ്പം ഞാനിങ്ങനെ മോൻ്റെ അടുത്ത് ഇങ്ങനെ പറയേ, ഞങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് ഈ കുട്ടിയും കോലും കളി ഉണ്ടായിരുന്നു, ഈ കൂട്ടി കളിക്കുമായിരുന്നു, പിന്നെ കള്ളനും പോലീസും കളിക്കുമായിരുന്നു, രക്ഷ കളിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിങ്ങനെ ഈ കക്ക് കളിക്കുക എന്ന് പറയും. അതൊക്കെ അവൻ്റെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവനൊക്കെ അതൊക്കെ അത്ഭുതം. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനത്തെ കളിയൊന്നും കളിക്കുന്നില്ലല്ലോ. പണ്ടൊക്കെ വലിയ കള്ളി വരച്ചിട്ട് തൊക്കിച്ചാടി കളിക്കില്ലേ, ഞങ്ങളൊക്കെ കക്ക് കളിക്കുക എന്നാ പറയുക, ഓടിൻ്റെ കഷ്ണമൊക്കെ എടുത്തിട്ട്. അപ്പോൾ അതൊക്കെ കളിക്കാനായിട്ട് ഈ പണ്ടൊന്നും ടൈലിടുന്ന വീടുകൾ കുറവായിരിക്കും, എന്നാലും എവിടെയെങ്കിലും ടൈലിടുന്നെങ്കിൽ ടൈലിൻ്റെ കഷ്ണം, അതുപോലെ ഓടിൻ്റെ കഷ്ണമൊക്കെ എല്ലാ സൈഡൊക്കെ ഒരതി വൃത്തിയാക്കിയിട്ട് ബോക്സിൽ എപ്പോഴും ഉണ്ടാകും. കാരണം ഒരു ഗ്യാപ്പ് കിട്ടിയാൽ, ഒരു പീരീഡ് ഒഴിവ് കിട്ടിയാൽ, അല്ലെങ്കിൽ PT പീരീഡോ ഫ്രീ പീരീഡോ ഇൻ്റർവെല്ലിന് വരെ ഞങ്ങൾ കക്ക് കളിക്കുമായിരുന്നു. അതിന് വേണ്ടി ബോക്സിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കും. ആ സംഭവമൊക്കെ കക്ക് എന്ന് പറയാം. അത് എന്തെങ്കിലും പറയാൻ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. കേൾക്കുന്നവർക്ക് എന്തൊക്കെയാണ് പറയാമെന്നൊന്നും അറിയില്ല. ഈ കൊക്കി ചാടി കളിക്കുന്ന കളിയില്ലേ, ഇങ്ങനെ 8 കള്ളി 3 കള്ളിയൊക്കെ വരച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ മോന് കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കൊത്തങ്കല്ല് കളിക്കുക, 5 കല്ല് 7 കല്ല് ഇതൊക്കെ വെച്ചിട്ട് കൊത്തങ്കല്ല് കളിക്കുക. അതേപോലെ തന്നെ വളപ്പൊട്ട് കളിക്കുക. വളപ്പൊട്ടൊക്കെ എത്രയാ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിനകത്ത് ഉണ്ടാവുക. ബാഗ് നിറയെ വളപ്പൊട്ടായിരിക്കും. വളപ്പൊട്ട് കളിക്കുക, കുപ്പിവളേൻ്റെ പൊട്ടൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നെ അതുകൊണ്ട് ഇങ്ങനെ മാച്ച് ചെയ്ത് കളിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കളികളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നല്ല എന്തോ ഒരു ശരിക്കും ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് അല്ലേ, അങ്ങനത്തെ ഒക്കെ ആലോചിക്കുമ്പോൾ. അതേപോലെ കള്ളനും പോലീസും കളിക്കാറുമ്പോൾ ഏതൊക്കെ പറമ്പിലാണ് നമ്മളൊക്കെ കള്ളനും പോലീസും കളിച്ച് ഓടിയിട്ടുണ്ടായിരുന്നത്. അന്നൊന്നും അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലല്ലോ. അങ്ങോട്ട് കളിക്കാൻ പോകരുത്, ഇങ്ങോട്ട് കളിക്കാൻ പോകരുത്, അവരെ വീട്ടിൽ പോകരുത്, ഇവരെ വീട്ടിൽ പോകരുത്, അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമുക്കൊന്നും ശരിക്കും റെസ്ട്രിക്ഷൻസ് ഇല്ലാതെയല്ലേ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് വളർന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ കളിക്കുന്നതേ വീടിൻ്റെ ഉള്ളിലും. ഇനിയിപ്പോൾ പുറത്ത് കളിക്കുകയാണെങ്കിൽ തന്നെയും നമ്മൾ കുറേ റെസ്ട്രിക്ഷൻസ് വയ്ക്കും. അത്ര ദൂരെ പോകരുത്, അങ്ങോട്ട് പോകരുത്, ഇന്നിങ്ങോട്ട് പോകരുത്. പക്ഷേ ഞാൻ എൻ്റെ മോനോട് വല്ലാണ്ട് റെസ്ട്രിക്ഷൻസ് ഒന്നും വയ്ക്കുകയില്ല കേട്ടോ. കാരണം അവർ കളിക്കട്ടെ, സൂക്ഷിക്കണം എന്നേ പറയാറുള്ളൂ. അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അങ്ങനെ കളിക്കരുത്, ഇങ്ങനെ കളിക്കരുതെന്നൊന്നും പറയില്ല. സൂക്ഷിക്കണം എന്ന് പറയും, റോഡിൽ പോകരുത് എന്ന് പറയും. അതിലപ്പുറത്തേക്ക് നിയന്ത്രണങ്ങളൊന്നും വയ്ക്കാറില്ല. കാരണം നമ്മളൊക്കെ നല്ലപോലെ കളിച്ച് വളർന്നതല്ല. അപ്പോൾ അവർക്കും കുറച്ചൊക്കെ ആ ഒരു ഫ്രീഡം കിട്ടട്ടെ അങ്ങനെ വിചാരിക്കും. എന്നാലും നമ്മളൊന്നും കളിച്ച പോലെയല്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികൾക്ക്. അങ്ങനത്തെ കളികളൊന്നും ഇവർക്കില്ലല്ലോ. അതൊക്കെ ഓർക്കുമ്പോൾ ഒരു രസം. പിന്നെ ഈ കുട്ടിയും കോലും കളിക്കുന്ന കഥ എന്താന്ന് പോലും എൻ്റെ മോനൊന്നും അറിയില്ല. രക്ഷ കളിക്കുക അതൊന്നും അറിയില്ല. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, അത് അങ്ങനെയായിരുന്നു കളിച്ചത്, ഇങ്ങനെയായിരുന്നു കളിച്ചത്. പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും വേറെ വേറെ അങ്ങനെയൊന്നും അല്ലല്ലോ അന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ നമ്മൾ പറമ്പിൽ ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിലും രക്ഷ കളിക്കുകയാണെങ്കിലും കള്ളനും പോലീസും കളിക്കുകയാണെങ്കിലും പിന്നെ ഒരു ഉപ്പ് കളിക്കുക എന്ന് പറയും, നൈസോടി എന്നൊക്കെ പറയും. ഇതൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് തന്നെയല്ലേ കളിച്ചിട്ടുണ്ടായിനെ. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പം ഇവർ ആൺകുട്ടികൾ കളിക്കുമ്പോൾ പെൺകുട്ടികളൊന്നും ഇപ്പോൾ കളിക്കാൻ ഇറങ്ങുന്നതേ കാണാറില്ല. ഇപ്പോൾ പെൺകുട്ടികളൊക്കെ എന്താ ഫോണും TV യും ബുക്കൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെയാണ്. ഇപ്പം നമ്മളൊന്നും കളിച്ച സമയത്ത് നമ്മളൊക്കെ ഒരു 10ാം ക്ലാസ് വരെയൊക്കെ ആ സമയത്ത് നന്നായിട്ട് പുറത്തിറങ്ങിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളൊന്നും അങ്ങനെ കളിക്കുന്നത്, പെൺകുട്ടികൾ കളിക്കാൻ പോകുന്നത് കാണാറേ ഇല്ല. ആൺകുട്ടികൾ തന്നെയാണ് കളിക്കുന്നുള്ളൂ. പക്ഷെ നമ്മളെപ്പോലെ എന്താ പറയുക പുറത്തുള്ള എൻജോയ് ചെയ്തുള്ള കളികളൊന്നും അവർക്കില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനൊക്കെ അതൊക്കെ കേൾക്കാൻ മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മോനും മോളും ഇങ്ങനെ എൻ്റെ അടുത്ത് രാത്രി വന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കും. അപ്പം ഞാനതിങ്ങനെ പറയും. അപ്പം എന്നോട് ഹസ്ബൻഡ് എനിക്ക് വേറെ പണിയൊന്നും ഇല്ലേ, മിണ്ടാതെ കിടന്നോടെ വയ്ക്കുക. അപ്പോൾ ഞാൻ പറയും രസമല്ലേ, ഒരു അറിഞ്ഞിരിക്കണ്ടേ ഇതൊക്കെ. അവർക്ക് ഏതായാലും അങ്ങനത്തെ കളികളൊന്നും കളിക്കാനുള്ള ഭാഗ്യമില്ല. അവരിപ്പം ഇപ്പോഴത്തെ കളികൾ അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് തോന്നും അതാണ് നല്ല കാലം, അതാണ് നല്ല കളികൾ, അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അവർക്കിപ്പോൾ അവർ കളിക്കുന്ന കളികളായിരിക്കും ഇഷ്ടം. എന്നാലും ഇതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കാനും പറയാനും കേട്ടിരിക്കാൻ ആളുണ്ടാവണം എന്ന് മാത്രം കേട്ടോ. എൻ്റെ മക്കൾക്കത് കേൾക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാനതിങ്ങനെ പറയും.
പിന്നെ നമ്മൾ കഥാബുക്ക് വായിച്ചിരുന്നത് ഈ ബാലരമയും ബാലമംഗളും അതേപോലെ ബാലഭൂമി അങ്ങനത്തെ ബുക്കുകളൊക്കെ, പിന്നെ അമർ ചിത്രകഥ, ഇതൊക്കെ വായിച്ചു. അതുകൊണ്ട് തന്നെ നല്ല വായനാശീലം ഉണ്ടായിരുന്നു. പിന്നെ ഏത് പഠിക്കാത്ത കുട്ടികൾക്ക് പോലും വായിക്കാൻ അറിയും, തപ്പി പിടിച്ചെങ്കിലും വായിക്കും. കാരണം വായിച്ചാലല്ലേ ഈ കഥാബുക്കൊക്കെ വായിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികൾ വായിക്കുന്നേ ഇല്ലല്ലോ. വായിക്കണമെങ്കിൽ എന്തൊക്കെ അടിയും കുത്തും ഉണ്ടാക്കണം നമ്മൾ. പിന്നെ അപ്പോൾ വേഗം ഫോൺ കാണുക അല്ലെങ്കിൽ ടി വി കാണുകയല്ലേ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മളൊരു ബുക്ക് വാങ്ങിക്കൊടുത്താൽ തന്നെ അവരത് വായിക്കുമോ? നമ്മൾ വായിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ പണ്ട് നമ്മൾ ഈ അമർ ചിത്രകഥയിലൊക്കെ വായിച്ച ചില കഥകളൊക്കെ ഇങ്ങനെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ. അതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എവിടുന്നോ ഒരു ഓർമ്മ വരും. പഴയ പണ്ട് നമ്മൾ വായിച്ച് മറന്ന അമർ ചിത്രകഥയിലെ കുറേ കഥാപാത്രങ്ങളും കഥകളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾ കുട്ടികളോട് ഇങ്ങനെയൊക്കെ പഴയ കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ. അപ്പോൾ ഓക്കെ, ബൈ.